ഏത് വ്യസനങ്ങൾ ഉണ്ടായാലും ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിലകൊള്ളതായ മുഅ്മിനീങ്ങളില്ലയോ, അവർക്ക് അല്ലാഹുവിന്റെ സംരക്ഷണമാണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അല്ലാഹുവിന്റേതായ കാരുണ്യമാണ്. ഔലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗ ലബ്ധി പ്രാപിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. 4 സ്ഥലത്തേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. ഒന്ന് കഅബയാണ്, മറ്റൊന്ന് മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, നാലാമത്തത് തൂർ സീനാ മലയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ. തൂർ സീനാ മല, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിച്ചതാകുന്ന തൂർ സീനാ മല, ആ പർവ്വതത്തിലേക്കും ആര് കടക്കൂല? ദജ്ജാൽ കടക്കൂല. ഒന്ന് കഅബ, മറ്റൊന്ന് മദീന, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ, നാലാമത്തത് തൂർ സീനാ മല. നോക്കണം നിങ്ങൾ, അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്? മസ്ജിദുൽ അഖ്സയുണ്ട്. തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ, ഈ ലോകം 3 ഊത്തിലൂടെയാണ് തീരുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുന്ന ഊത്ത് 3 ഊതലാണ്. ഒരു മലക്കിനെ അല്ലാഹു പടച്ചത് 3 ഊതലൂതാൻ. ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 ഊതലൂതും. ഊത്തിനെ കുറിച്ച് ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് നഫ്ഖത്തുൽ ഫസഅൻ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. രണ്ടാമത്തത് നഫ്ഖത്തു സഅഖാണ്, സർവരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. മൂന്നാമത്തത് നഫ്ഖത്തുൽ ബഅസാണ്, സർവരെയും ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഊതലാണ്. മൊത്തം എത്ര ഊതലുണ്ട്? 3 ഊതലുണ്ട്. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്ത്. അതിലൂടെയാണ് എല്ലാവരും പേടിച്ചരണ്ട് ഓടുക. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലൊക്കെ അല്ലാഹു അതിന്റെ ഭീകരമായ രൂപം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയത്തിലേക്ക് പോകും, അതുകൊണ്ടാണ്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഅഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരെയും മരിപ്പിക്കുകയാണ്. വയൗമ യുൻഫഖു ഫിസ്സൂർ فصعق من في السماوات ومن في الأرض إلا ما شاء الله إلا ما شاء الله إلا ما شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോൾ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കളെയും സൃഷ്ടിച്ച് പരിപാലിച്ചതായ റബ്ബല്ലേ, അവനിതാ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് രണ്ടാമത്തെ ഊത്തൂതാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആദ്യ ഊത്തിലൂടെ തന്നെ സർവ്വജനങ്ങളെയും പേടിപ്പിച്ച് നിർത്തിയതായ അല്ലാഹു 7 ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ 7 ഭൂമിയുടെ അടിത്തട്ട് വരെയുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളും ആദ്യ ഊത്തിലൂടെ തന്നെ പേടിച്ച് നിലകൊള്ളുകയാണ്. ആ ഊത്തിലൂടെ തന്നെ സർവരും പേടിക്കുകയാണ്. അല്ലാഹുവിലേക്ക് വിനയാനിതരായി സർവരും നിറങ്ങലിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഘട്ടമാ. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞിട്ടാ രണ്ടാമത്തെ ഊത്തൂതുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഊത്ത്. എന്താണ് അതിന്റെ ഭീകരത എന്ന് ചിന്തിച്ചു നോക്കി. ആ 40 കൊല്ലത്തോളം ജനങ്ങൾ പേടിച്ചോടുകയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. ജനങ്ങളെ നോക്കിയാൽ കള്ളുകുടിച്ചുകൊണ്ട് മധോന്മത്തരായവരെ പോലെ വിറങ്ങലിച്ചുകൊണ്ട് ജനങ്ങൾ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. മരിക്കാനുള്ളതാകുന്ന വിളിയാളം ഇതാ വന്നെത്തിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണവർ, ശിറാറുൽ ഖൽഖാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്താണ് ലോകാവസാനം ഉണ്ടാവുക. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ആ ഊത്തിലൂടെ പേടിക്കുകയാണ്. ഗർഭിണികളാകുന്ന ഒട്ടകങ്ങൾ പ്രസവിച്ചു പോകുന്ന സമയം എത്തുന്നതിന് മുമ്പ് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാര് മാരടത്തിലേക്ക് ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ ദൂരേക്ക് വലിച്ചെറിയുമെന്ന വിശുദ്ധമായ ഖുർആൻ. ജനങ്ങൾ ലക്കും ലഗാനുമില്ലാതെ ഓടുകയാണ്. കള്ളുകുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ പരിസരബോധം മറന്നുകൊണ്ട് സംസാരിക്കുന്നതായി ജനങ്ങളെ കാണും. മറ്റൊന്നുമല്ല, ജനങ്ങൾ അള്ളാഹുവിന്റെ അദാബിനെ അന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത്, നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നത്. ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ബോംബിട്ടതിന്റെ വിഷയത്തിലുണ്ടായ ഭീകര അന്തരീക്ഷം നിങ്ങൾ കേട്ടില്ലേ? കളമശ്ശേരി ഭാഗത്ത് ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗക്കാർ 3 ദിവസത്തോളം നീണ്ടു നിന്നതാകുന്ന അവരുടെ ചർച്ചിനുള്ളിൽ നടന്നിരുന്നതാകുന്ന വലിയൊരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളവേ അതിന്റെ പരിസമാപ്തി കുറിക്കുന്ന ദിവസം 9:45 സമയത്തോടടുത്ത വേളയിൽ ഒരു ടിഫിൻ ബോക്സിനുള്ളിൽ ഓൺലൈനായി വാങ്ങിയ സാധനം കൃത്രിമമായി പണിതുകൊണ്ടുവന്നതായ ഒരു വസ്തു കൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോൾ തന്നെ 19-ഓളം ആളുകൾക്ക് പരിക്കേറ്റു. ഒരു സഹോദരി മരിച്ചു. 6 പേര് ഗുരുതരമായി ഇപ്പോഴും നിലയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തുടരുന്നു. ആ സഭയിൽ ഒന്നടങ്കം കുടുങ്ങിയ ചർച്ചിൽ കൂടിയ മുഴുവൻ ആളുകൾ പേടിച്ച് ഓടുകയാണ്. ഒരു ചെറിയ ടിഫിൻ ബോക്സിലുള്ളതാകുന്ന ഒരു ബോക്സിന്റെ ഭീകരമായ അന്തരീക്ഷത്താൽ കേരളമാകെ ഞെട്ടിത്തെരിച്ചു. പല ചാനലുകളും വ്യാജ വാർത്തകൾ നിർമ്മിച്ചുണ്ടാക്കി. ഇസ്ലാമോഫോബിയ ഇത്തരത്തിലൊക്കെയാണ് വളരെ ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. കാരണം മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെ ചാനലുകളിൽ ചില ആളുകൾ നേരത്തെ തന്നെ അവരാണ് അതിന്റെ പ്രതികൾ എന്ന നിലയ്ക്ക് തന്നെ ചർച്ചകൾ വഴിതിരിച്ചു വിട്ടു. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? അള്ളാഹു അവിടെ വിപത്തുണ്ടായ ആ വിപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അത്തരത്തിലുള്ള വിപത്തുകൾ പ്രയാസങ്ങളൊന്നും അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നമുക്കും ലോകർക്കും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. വളരെയേറെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്നതാകുന്ന ആ സഹോദര സഹോദരിമാർക്കടക്കം അള്ളാഹു പരിപൂർണമായ ശിഫാ നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുന്നത്, ഒരു ടിഫിൻ ബോക്സിനകത്ത് വെച്ചതാകുന്ന ഒരു ചെറിയ ഒരു ബോക്സിൽ നിന്ന് വന്നതാകുന്ന ഒരു ശബ്ദം, ഒരു സ്ഫോടക വസ്തു നിറച്ചതാകുന്ന ഒരു സാധനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അവിടെ കൂടിയതാകുന്ന ആളുകൾ മുഴുവനും പേടിച്ച് വരണ്ട് പുറത്തോട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, ഇന്ന സൽസലത്തസ്സാഅ ലശൈഉൻ അളീം. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, ലോകാവസാനം എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ്. അള്ളാഹു പറയുക, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ അള്ളാഹു അവൻ തന്നെ പറയുന്നു, ലോകാവസാനം ഒരു ഭീകര സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു വസ്തുവേ അല്ല. ഒരു ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും ഉണ്ടാവുക തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ ഏറ്റവും ചേർത്ത് പിടിക്കും. വാപ്പയേക്കാൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വാത്സല്യം ആർക്കാണ്? ഉമ്മാക്കാണ്. കുട്ടിയൊന്ന് ചെറുതായി കരഞ്ഞാൽ അപ്പ ചേർക്കും മാറിടത്തേക്ക്. അങ്ങനെ മാറിടത്തിൽ നിന്ന് പാല് ചുരത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ലോകാവസാനത്തിന്റെ വെളിയാളം വരുന്നത് എങ്കിൽ കുട്ടിയെ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി ഓടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതൊരു സാധാരണ വാക്കല്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിച്ച ഒരു വാക്ക് പറഞ്ഞത്, ഒരു വിഷയം പറഞ്ഞതാ. 9 മാസമൊന്നും എത്തേണ്ടതില്ല, 6 മാസം എത്തി, അല്ലെങ്കിൽ 4 മാസമൊക്കെ എത്തിയതാകുന്ന ഒരു സഹോദരി ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വേളയിൽ
സൂറെന്ന കാഹളത്തിൻ്റെതാകുന്ന ഈ ഊത്തിന്റെ ആഘാതത്താൽ തന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്ന് ആലോചിച്ച് നോക്കിനി എത്ര ഭീകരമായിരിക്കും ആ രംഗം. ഒരാറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂർ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അറിയിച്ചു നൽകുമോ ഹബീബേ? ഒന്ന് പറഞ്ഞു നൽകുമോ ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അദ്ദേഹത്തോട് ഉണർത്തുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, പ്രകാശത്താലുള്ള കുഴലാണ് സഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. والذي نفسي بيده وعظم دائرة القرن كعرض السماء والأرض. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സൂറിന്റെ വലിപ്പത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, കാറലി സമാഇ വൽ അർദ്, ഏഴാൻ ആകാശത്തിന്റെ മുകളിൽ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള കുഴലാണ് കുഴലാൻ. ഏഴാം ആകാശത്തിന്റെ മുകളിൽ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണെന്ത്? സൂറെന്ന കാഹളമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ മനസ്സിലായി, അതിലൂടെ ഊതിയാൽ ഒരാളും ഒഴിവായി പോകൂല. കാരണം എന്താ? ഏഴാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് തുടങ്ങി ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ്. ഒറ്റ ഊത്തിൽ എല്ലാവരുടെയും കാതടിച്ചു. അല്ല, നമ്മൾ മനസ്സിലാക്കിയതുപോലെ എന്തോ ഒരു ശംഖ് പിടിച്ചിട്ട് ഊതുകയാണ് എന്ന് കരുതരുത്. ഞാനിപ്പോ ഇത് പറഞ്ഞത് എന്താണ്? സൂറെന്ന കാഹളം അത് മനസ്സിലാക്കണം. അതാണ് അത്രമേൽ പ്രധാനമാണ് എന്ന് പറയാനുള്ള കാര്യം. അതാണ് وَيَوْمَ يُنفَخُ فِي الصُّورِ وَيَوْمَ يُنفَخُ فِي الصُّورِ فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ إِلَّا مَا شَاءَ اللَّهُ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, സൂറെന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ നഊദു ബില്ലാഹ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ തന്നെ മരിക്കുകയാണ്. സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ് നഫ്ഖത്തു സഅഖാണ് രണ്ടാമത്തെ ഊത്തെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസ്അ, പേടിപ്പിക്കാനുള്ള ഊത്താണ്. ആ പേടിച്ച് നിലകൊള്ളുന്ന ജനങ്ങൾ 40 കൊല്ലത്തോളം പേടിച്ച് നിലകൊള്ളുന്ന സമയത്താണ് രണ്ടാമത്തെ ഊത്ത് വരിക. 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യം. മനസ്സിലാക്കണം. രണ്ടാമത്തെ ഊത്തം കൂടെ വന്നു കഴിയുമ്പോൾ സർവരെ മരിപ്പിക്കാൻ ഇല്ലാ മാഷാ അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരണത്തിലേക്ക് വഴുതി വീഴുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ഉദ്ദേശിച്ച ബാക്കിയുള്ള എല്ലാവരും ആ ഊത്തിലൂടെ മരിച്ചു വീഴും. ആരാണ് അല്ലാഹു ഉദ്ദേശിച്ച ചിലർ? ഒന്ന് സയ്യിദുനാ ജിബ്രീൽ, ഉറക്കെ പറയും, സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുനാ ഇസ്രാഫീൽ, സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാം.
ഈ 4 പേരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ തന്നെ മരിക്കുകയാണ്. ഈ 4 പേര് മരിക്കൂലേ? ആ 4 പേരും മരിക്കും. അവരെ അടുത്ത ഘട്ടത്തിൽ അള്ളാഹു മരിപ്പിക്കണം. എങ്ങനെ? ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തിലൂടെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കാൻ, ആകാശഭൂമികളിലുള്ള സർവ്വരെയും മരിപ്പിക്കണം അള്ളാഹു. ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ഘട്ടം ഇനി വരാനിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട ഒരു ഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ടതായ ജനവിഭാഗമാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. യോഗാവസാനം സംഭവിക്കുക അവരുടെ മേലാണ്. ശിറാറുൽ ഖൽഖ് എന്നാണ് നബി തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹ് എന്ന് പറയുന്ന ആളുകൾ ഒരൊറ്റ ഒരുത്തൻ പോലും അന്ന് ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു അവസ്ഥ ലോകം എത്തിപ്പെടും. അള്ളാഹ് എന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തനും ഉണ്ടാവൂല. അന്ന് പള്ളികൾ ഉണ്ടാവൂല. ഇന്നിപ്പോ പള്ളികൾ സ്ഥാപിക്കാനും അതിനുവേണ്ടി നിലകൊള്ളുന്നതായ സാലിഹീങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും മനസ്സിലാക്കി ലോകാവസാനം അടുത്തിടെ ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹ് പറയാനും അള്ളാഹുവിനെ സ്മരിക്കുവാനും അവനെ ഓർക്കുവാനും അവന്റെ അവദാനങ്ങൾ വാഴ്ത്തുവാനും ഒക്കെ ആളുകൾ ഇവിടെ സജ്ജരാണ്. അള്ളാഹു ദീർഘായുസ്സ് നസീബാക്കട്ടെ. കമ്മിറ്റി ഭാരവാഹികൾ, ഉമറാക്കൾ, ഉലമാക്കൾ, അതിനുവേണ്ടി നിലകൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, നല്ലതുപോലെ മനസ്സിലാക്കി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബ, ആ സമയത്ത് ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെയും അസ്റായീലിനെയും മീകായിലിനെയും ജിബ്രീലിനെയും അല്ലാഹു ഓരോരുത്തരെ വിളിക്കുകയാണ്. ആദ്യമായി ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ, മുത്തിയാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ, നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളിലേക്കും ദൂതനായി കടന്നു ചെന്നവനല്ലേ, വഹ്യമായി ചെന്നവനല്ലേ, ഇനി നിന്റെ ആവശ്യമില്ല, നീ മരിക്കണേ ജിബ്രീലേ. ഫയമൂതു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ, നീ മരിക്കൽ നിർബന്ധമാണ്. ഫയമൂതു മീകായിൽ, ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം മരിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, മുത്തിയാ ഇസ്രാഫീൽ, ഫയമൂതു ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിക്കുകയാണ്. നാലാമതായി അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. അല്ലാഹു അസ്റായീൽ അലൈഹിസ്സലാം ഒഴിച്ച് ലോകത്തുള്ള സർവരെയും അല്ലാഹു മരിപ്പിച്ചിരിക്കുന്ന ഘട്ടമാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ, അസ്റായീലേ, നീയും മരിക്കൽ നിർബന്ധമാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്, ഉടനെ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം ഫയദ്ഹബു ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം പോകുകയാണ്. ഫയൻസിഉ മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. വല്ലാത്ത വേദനയാണ്. അസ്റായീൽ അലൈഹിസ്സലാം വേദന കൊണ്ട് പൊളയുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമെന്നാണ്, അല്ലാഹുവേ, പടച്ച റബ്ബേ, മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ട് എന്ന് ഈ വിനീതൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇന്നി ലാ അഖ്ബിലു അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. മുഅ്മിനീങ്ങളുടെ ആത്മാവുകളെ, മുഅ്മിനീങ്ങളുടെ
മോമിനീങ്ങളുടെ ആത്മാക്കളെ കൂടുതൽ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ, ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ. ഇത്രയേറെ പ്രയാസം, ഇത്രയേറെ ബുദ്ധിമുട്ട് മരണത്തിനുണ്ട് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ മോമിനീങ്ങളുടെ ആത്മാക്കളെ ഞാൻ കൂടുതൽ മയത്തോടു കൂടിയേ പിടിക്കുമായിരുന്നുള്ളൂ എന്ന് അസ്റായീൽ പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള പ്രവിശ്യയിലേക്ക് ചെന്ന് സ്വന്തമായി ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഫയസീഹു സ്വയഹാ, വല്ലാത്തൊരട്ടഹാസത്തോടുകൂടിയാണ് അസ്റായീൽ അലൈഹിസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരട്ടഹാസമായിരിക്കും അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വഫാത്ത് ഉണ്ടാവുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, ഒരാളുമില്ല, അല്ലാഹു ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതായ ഘട്ടം. നമ്മളൊക്കെ തീരുന്നു. നമ്മൾ ഇന്ന് നാളെയോ മരിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അതിന്റെ അടയാളങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താടി രോമങ്ങളിലൂടെ, നമ്മുടേതാകുന്ന തലമുടി രോമങ്ങളിലൂടെ നരബാധിപ്പിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വേഗം തന്നെ ഡൈ ചെയ്തുകൊണ്ട് നടക്കുക, നരയ്ക്കണ്ടെന്ന് വരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. ആ നര പുറത്ത് കാണണ്ടെന്ന് കരുതിയിട്ട് ഡൈ ചെയ്ത് നടക്കുന്നതാകുന്ന ആളുകൾ 45ഉം 50ഉം എത്തിയിട്ട് ഇപ്പോഴും നല്ല കറുത്ത മുടി. എങ്ങനെയാ ഇത് വന്നത്? നല്ല എണ്ണ തേക്കുന്നുണ്ട് മുസ്ലിയാരെ. ആ എണ്ണയുടെ ഒന്നും അല്ല, ഇത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആരും അറിയാതെ പോയി ഡൈ ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെയുണ്ട് ധാരാളം ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കറുപ്പിക്കുന്ന പരിപാടി അത് മുസ്ലിമിന് യോജിച്ചതല്ല, അത് ഒഴിവാക്കി അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. നര എന്ന് പറയുന്നത് വഖാറാണ്. വഖാർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ കളിക്കാരൻ വഖാർ യൂനിസ് അതല്ല. വഖാർ എന്ന് പറഞ്ഞാൽ ഗാംഭീര്യമാണെന്ന് ആര് പറഞ്ഞതാ? അല്ലാഹു പറഞ്ഞതാ. ആരോട്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിരോമത്തിൽ ഒന്ന് നരച്ചപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ താടി നരച്ചതോ? എന്താ സംഭവം? ഒരു വെളുത്ത ഒരു രോമം. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു കളിതമാശയിലൂടെ ചോദിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, മാ ഹാദാ യാ അല്ലാഹ്, അല്ലാഹു ഇതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദിഹി വഖാറുൻ, ഇത് വഖാറാണ്, ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്, ഗാംഭീര്യമാണ്. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ വഖാറായി നൽകിയിട്ടുള്ളതാകുന്ന ഈ ഒരു വെളുപ്പ് എന്റെ ശരീരമാസകലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ സിദ്നി വഖാറാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് തീരേണ്ട താമസം തലയിലെ രോമകൂപങ്ങളും താടിരോമങ്ങളും പരിപൂർണമായി നരയ്ക്കുകയാണ്. ചോദിച്ചു വാങ്ങി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഖാർ, ഗാംഭീര്യം. അത് മരണത്തിലേക്കുള്ള ഒരു അടയാളവും കൂടിയാണ്. അടുത്ത സെക്കൻഡിൽ നീ മരിക്കേണ്ടവനാണ്, നീ മരണത്തിലേക്ക് അടുത്തു, ഒന്നുകൂടി അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേക്കൊരു സൂചനയാണ്. ശരീരം ക്ഷയിക്കുന്നത്, ഷുഗർ, കൊളസ്ട്രോള്, മാരകമാകുന്ന അസുഖങ്ങൾ, നടുവ് കുഞ്ഞിപ്പോകുന്നു, ബുദ്ധിമുട്ട് വരുന്നു, അല്ലേ? പഴയതുപോലെയുള്ള ആരോഗ്യമില്ല. 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ചുമയും കൊരയും ബുദ്ധിമുട്ടും. 10 പേരുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ മേല. മുമ്പ് കവലയിൽ പോയിരുന്ന് ചായ കുടിച്ചിരുന്ന് സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കടയിൽ ചെന്നാൽ 8 മണി വരെ ഇരുന്ന് ഫനാ പറഞ്ഞുകൊണ്ടിരുന്ന ഹാജിയാർക്ക് 5 മിനിറ്റ് പോലും ഫനാ പറയാൻ മേല, സംസാരിക്കാൻ മേല. കാരണം എന്താ? ശ്വാസം മുട്ടുണ്ട്. പഴയതുപോലെ വാക്കുകൾ കിട്ടുന്നില്ല, പ്രയാസം, അല്ലേ? ആരോഗ്യം ക്ഷയിച്ചിരിക്കുക. വൈകുന്നേരം അരമണിക്കൂർ അപ്പുറത്തെ വീട്ടിലെ മതിലിന്റെ ചാര എന്നുകൊണ്ട് കഥ പറഞ്ഞിരുന്ന ഉമ്മ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. എന്താ? കിടപ്പായി പോയിട്ടുണ്ട്, ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ട്. മരണം അടുത്തിരിക്കുന്നു എന്നതിലേക്കുള്ളതാകുന്ന സൂചനയാണ്. നീ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകാൻ പോവാൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിന്റെ പരീക്ഷണം എന്ന നിലയ്ക്ക് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുകയാണ്. നിന്റെ ആരോഗ്യത്തിന്റെ ക്ഷയം നിനക്ക് വ്യക്തമായി അല്ലാഹു കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നര കറുപ്പിക്കേണ്ടതാകുന്ന അവസ്ഥയില്ല. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതല്ല. മൈലാഞ്ചി ഇട്ടു, അത് സുന്നത്താണ്, അത് കുഴപ്പമില്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് യുവത്വത്തിൽ തന്നെ ആരോഗ്യം കൊണ്ടാടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ യുവത്വം ഉള്ളതാകുന്ന കാലയളവിൽ നിസ്കാരവും മറ്റ് അമലുകളും വൃഥാവിലാക്കുന്നു. യുവത്വം ഇബാദത്തിൽ കാണിക്കുന്നില്ല, യുവത്വം ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. നല്ലൊരു ആഹാരക്രമത്തെ കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ കേട്ടാൽ ഉടനെ അതനുസരിച്ച് ആ ഭക്ഷണം വാങ്ങി കഴിക്കാൻ ശ്രമിക്കും. നല്ലൊരു നിസ്കാരത്തെ കുറിച്ചും അതിന്റെ ദിക്റിനെ കുറിച്ചും അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കേട്ടാൽ 10 മിനിറ്റ് അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. ആത്മീയമായ ഉയർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഭൗതികമാകുന്ന വളർച്ച മാത്രമാണ്. എന്നാൽ ഈ ഭൗതികമാകുന്ന വളർച്ച കേവലം നശ്വരമാണ്. ഇത് അടുത്ത സെക്കൻഡിൽ അസ്തമിക്കേണ്ടതാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോവാം. കുല്ലു മൻ അലൈഹാ ഫാൻ കുല്ലു മൻ അലൈഹാ ഫാൻ വയബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും നശിക്കുന്നതാണ്. ലോകത്തൊരു വസ്തുവും ശേഷിക്കുന്നതല്ല. ലോകത്തുള്ളതാകുന്ന എല്ലാ വസ്തുക്കളും ഇതേപോലെ തന്നെ നിലനിൽക്കുമെന്ന് ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം പറഞ്ഞിരുന്നു. ഇന്ന് ശാസ്ത്രം അത് തിരുത്തിയില്ലേ. ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം ISROയുടെ ചെയർമാനോട് മൈക്ക് പോയിന്റ് നീട്ടിക്കൊണ്ട് ചാനൽ അവതാരകൻ ചോദിക്കുകയാണ്, ആകാശത്ത് ജനങ്ങൾക്ക് പ്രകാശം പൊഴിയുന്നതാകുന്ന ഈ ചന്ദ്രനും ഈ ആകാശത്ത് നിലകൊള്ളുന്ന അനന്തകോടി നിശ്ചല താരകങ്ങളും ഇല്ലാതാകുമെന്ന് വാദിക്കുന്നതായ ഒരു വിഭാഗം ആളുകൾ ഇന്നുമുണ്ട്. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? ചെയർമാൻ ലോകത്തോട് വിവരം വിളിച്ചു പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ഒരിക്കലും ഇല്ലാതാവില്ല, ഒരു കാലഘട്ടത്തിലും ചന്ദ്രൻ അസ്തമിക്കില്ല എന്ന് വിളിച്ചോതിർന്നവർ ഇന്ന് ലോകത്തോട് ഖുർആൻ പറയുകയാണ്, ഈ ആകാശത്ത് ജനങ്ങൾക്ക് പ്രകാശം പൊഴിക്കുന്നതായ സൂര്യൻ പരിപൂർണമായി ഇല്ലാതാകുമേ. രാത്രിയിൽ പ്രശോഭിതമാകുന്ന ചന്ദ്രൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുമേ. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ പരിപൂർണമായി ഇല്ലാതാകും. ഉറപ്പാണ്. ചന്ദ്രനിലേക്ക് ഇന്ന് സ്ഥലം വാങ്ങാൻ ആളുകൾ തിക്കും കൂട്ടുകയാ. 2045 രൂപ കൊടുത്താൽ 1 ഏക്കർ സ്ഥലം ചന്ദ്രനിൽ സുലഭമാണ്.